ആദ്യം ഏതിനകത്താണ് താളം കൊട്ടി പഠിച്ചത്? അതല്ലേ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ്സിൽ. പേരെന്തായിരുന്നു? അനികേത്. അപ്പോഴേ ഏതെങ്കിലും മത്സരത്തിനൊക്കെ സ്കൂളിൽ നിന്നൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഇങ്ങനെ വാദ്യമേളത്തിൽ പങ്കെടുത്തിട്ടൊന്നുമില്ല. ഇപ്പം ഏതെല്ലാം താളത്തിൽ കൊട്ടും? ഇപ്പം മനസ്സ് തോന്നുന്ന താളത്തിലങ്ങ് കൊട്ടും. എങ്ങനെ? അതല്ലേ. കരോളിന് പോകാനുണ്ടോ? ക്രിസ്മസ് കരോളിന് വേണ്ടിയിട്ട് പിന്നെ പ്രാക്ടീസ് ചെയ്തതെന്ന്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ? ഞാൻ കുറ്റാട്ടർ LP സ്കൂളിലാണ്. 3ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. പേരെന്നോ? പേര് ആദിഷ്. അപ്പോൾ എങ്ങനെ ഇതിങ്ങനെ കൊട്ടി പഠിച്ചത്? ഇത് നമ്മൾ ആദ്യം ബെഞ്ചുമലെല്ലാം മുട്ടി, പിന്നെ ബാൻഡായി, പിന്നെ ഡ്രമ്മായി, അങ്ങനെയെല്ലാം മുട്ടി പഠിച്ചു. ഒറ്റയ്ക്ക് എങ്ങനെ പഠിച്ചു? ഒറ്റയ്ക്ക് താളം കൊട്ടി അങ്ങനെ പഠിച്ചു. എങ്ങനെ താളം കൊട്ടുന്നത്? ചെറിയ കൂട്ടുകാരെ ക്രിസ്മസ് കരോളിനുള്ള പ്രാക്ടീസിലാണ്. ഇവർ നന്നായി താളം ഇടുകയാണ്. അതിനുള്ള പ്രാക്ടീസ് നേരത്തെ നന്നായിട്ട് ബെഞ്ചിലും ഡെസ്കിലൊക്കെ കൈകൊണ്ട് താളം പിടിച്ച് നല്ല രീതിയിൽ പ്രാക്ടീസ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ബാൻഡിലും ഒക്കെ താളം ഇട്ടുകൊണ്ട് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്നത് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കലാകാരന്മാർ നമ്മുടെ ഇടയിലുണ്ട് കേട്ടോ. അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മഹത്തായ ലക്ഷ്യം. അതുകൊണ്ട് ഇതുപോലുള്ളവരെ പരിചയപ്പെടുത്തുക, നമുക്ക് അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനം നൽകുക, അവരെ സമൂഹത്തിൻ്റെ മുൻനിരയിൽ എത്തിക്കുക എന്നുള്ളതാണ് കലാലയയുടെ ലക്ഷ്യം. എല്ലാവർക്കും നന്ദി.
നമസ്കാരം.